ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റോട് കൂടിയ ഒരു വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് കുക്കറിലാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് ഇട്ട് കൊടുക്കാം. ഏകദേശം 6 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഗ്രീൻ പീസാണിത്. ഗ്രീൻ പീസിന് കുറച്ചധികം തന്നെ വേവ് ഉള്ളത് കൊണ്ട് ആദ്യം നമുക്ക് ഗ്രീൻ പീസ് ഹാഫ് വേവ് ആക്കിയിട്ട് നമുക്ക് ഗ്രീൻ പീസ് കുക്കാകാൻ വേണ്ട വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ പകുതി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കുക്കായാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തതും 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തതാണ്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഗ്രീൻ പീസിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. എങ്കിലും കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസും ഗ്രീൻ പീസും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം. 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെജിറ്റബിൾ കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മളിവിടെ 1 തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചെറിയ ജീരകമാണ്. ഇനി ഇത് മുഴുവനായിട്ടും നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് ചൂട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല കട്ടിയുള്ള പാല് വേണം നമുക്ക് കിട്ടാൻ. ഇപ്പം നമ്മുടെ കുക്കർ 2 വിസിലും കൂടി വന്നിട്ടുണ്ട്. സ്റ്റീം ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കട്ടിയുള്ള തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് മാത്രം ഇതൊന്ന് തിളപ്പിക്കണം. ഒരുപാട് തിളപ്പിക്കരുത്. ഇപ്പം നമ്മുടെ കുറുമ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനു വേണ്ടി നമ്മൾ ചെറിയൊരു പാന് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2-3 വറ്റൽ മുളക് കട്ട് ചെയ്തതാണ്. കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നമ്മുടെ വെജ് കുറുമയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ വെജിറ്റബിൾ കുറുമ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.